അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റമളാനിൽ ഇന്ന് മൂന്നാമത്തെ നോമ്പിലാണ്. നമ്മൾ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് വളരെയധികം പവിത്രമായ ഒരു ശ്രേഷ്ഠത കൂടി ഇന്നത്തെ ദിവസത്തിലുണ്ട്. നമുക്കറിയാം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും സ്നേഹവും ലാളനയും കിട്ടിയ ഒരു മഹദിയാണ് ബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ബി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെറിയ ഒരു ഉദാഹരണം, ഒരു ചരിത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് മഹദിയുടെ വിടവാങ്ങിയ ഒരു ആണ്ടുകൂടിയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റമളാൻ 3 മഹദി ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയുടെ ആ വിടവ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ, അതുപോലെ തന്നെ മുസ്ലിം സഹോദരിമാർക്ക് വളരെയധികം താങ്ങാൻ കഴിയാത്ത ഒരു വിടവായിരുന്നു. ജീവിതത്തിൽ വളരെയധികം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ നടത്തവും റസൂലുള്ളാഹിൻ്റെ അതേ പുഞ്ചിരിയും റസൂലുള്ളാഹിൻ്റെ അതേ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ പറഞ്ഞത്, ഫാത്തിമത്തു ഖിത്അത്തുൻ കബദി, ഫാത്തിമ എൻ്റെ കരളിൻ്റെ കഷ്ണമാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു നോമ്പെടുക്കാൻ തീരുമാനിച്ചൊരു 3 ദിവസം നേർച്ചയാക്കി, കുട്ടിയുടെ രോഗം മാറാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോമ്പെടുത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങളൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്ത് നോമ്പ് തുറക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു ജോലി കഴിഞ്ഞിട്ട് കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്ന് അത് പൊടിച്ച് അതൊന്നും റൊട്ടി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി 2-3 റൊട്ടി ഉണ്ടാക്കിയിട്ട് മാതിരിക്കുമ്പോഴാണ് ഒരു യതീമായ ഒരു ബാലൻ വന്നിട്ട് യാചിക്കുകയും ആ റൊട്ടി എടുത്തു കൊടുത്തപ്പോൾ തൻ്റെ മക്കൾ പൊട്ടിക്കരഞ്ഞതും, 2ാമത്തെ ദിവസവും നേർച്ചയോടെ ആ നോമ്പെടുക്കുകയും 2ാമത്തെ ദിവസം കുറച്ച് ഗോതമ്പ് കൊണ്ടുവന്ന് കുറച്ച് മുന്തിരി കൊണ്ടുവന്ന് അത് ഭാര്യയായ ഫാത്തിമ ബീവി ഏൽപ്പിക്കുകയും 2ാമത്തെ ദിവസവും ഒരു ജയിൽ പുള്ളി വന്നുകൊണ്ട് ആ ഭക്ഷണം ആവശ്യപ്പെടുകയും അത് കൊടുക്കുകയും 3ാമത്തെ ദിവസവും ഒരു വ്യക്തി വന്നുകൊണ്ട് ഭക്ഷണം ആവശ്യപ്പെട്ടപ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു കുറച്ച് കാരക്ക ജോലി കഴിഞ്ഞ് അതിൽ നിന്നും വേതനം കിട്ടിയ സംഖ്യ കൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു കുറച്ച് കാരക്ക കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അതും എന്തായി, മഹദി അവர்கள் ദാനം ചെയ്തു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഈ പരിശുദ്ധമായ റമളാനിൽ ആ മഹദിയെക്കുറിച്ച് നമ്മൾ എത്ര തന്നെ വർണ്ണിച്ചാലോ മതിയാവില്ല. അതുകൊണ്ട് പരിശുദ്ധമായ റമളാനിൽ ആ മഹദിയുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാവിധ പാപങ്ങളും പുറത്തു തരട്ടെ. അവരൊക്കെ സദക്കയും ദാനധർമ്മങ്ങളും ജീവിത ശുദ്ധിയും കൈവരുത്തിയവരാണ്. അതുകൊണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. അതോടൊപ്പം തന്നെ പരിശുദ്ധമായ റമളാനാണ് നമ്മുടെ മുമ്പിൽ. ഇസ്തിഗ്ഫാർ കൊണ്ടും തഹ്ലീൽ കൊണ്ടും ദിക്റുകളെ കൊണ്ടൊക്കെ ധന്യമാക്കുക അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതോടൊപ്പം തന്നെ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളുണ്ട്, അവരുടെ ഖബറിലേക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ സവാബുകൾ എത്തിച്ചു കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ദുആകളിലൊക്കെ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തുക. നമ്മുടെ എല്ലാ വേദികളിലും ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.